എപ്പോഴും ദൈവസാന്നിധ്യം തൻ്റെ ഭക്തന്മാർക്ക് ആശ്രയവും സമാധാനവുമാണ്. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സമയങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് ശക്തിയും വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൻ ഇടവരും. ദൈവസാന്നിധ്യം എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ നടക്കും. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. അതെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിൽ ദൈവസാന്നിധ്യം തൻ്റെ ഭക്തന്മാർക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ നിരപ്പാക്കി കളയും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, മോശ ഇപ്രകാരം പറയുകയാണ്: തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. അതെ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, അവർ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചെയ്തു. അതെ, ദൈവസാന്നിധ്യം നമ്മോടുകൂടെ പോരുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകിത്തരും. അതുമാത്രമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളെ ജയിക്കുവാൻ നല്ല അവസരം നമുക്ക് ലഭ്യമാകും. ഒരു നല്ല ഇടയൻ ആടുകളെ പുറത്ത് വിട്ടതിന് ശേഷം ആടുകളുടെ മുൻപിൽ നടക്കുകയും, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം, ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതെ, ഒരു നല്ല ഇടയനെ പോലെയാണ് ദൈവം എപ്പോഴും തൻ്റെ മക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്നത്. മീഖായുടെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം: തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു, അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കും. അവരുടെ രാജാവും അവർക്ക് മുമ്പായി യഹോവയും അവരുടെ തലയ്ക്ക് നടക്കും. അതെ, യഹോവ അവരുടെ മുമ്പിൽ നടക്കും. അതെ, തകർക്കുന്നവൻ അവർക്ക് മുൻപായി നടക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, ആരും സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തതയിൽ നാം മനസ്സിലാക്കുക: തകർക്കുന്ന സർവശക്തനാകുന്ന ദൈവം നമുക്ക് മുൻപായി നടക്കുന്നു. അവൻ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയും, താമ്രമതിലുകളെ ഇല്ലായ്മ ചെയ്യും. പ്രതിസന്ധികളെ അവൻ തകർത്ത് ജീവിതത്തിൽ ജയവും വിടുതലും നൽകിത്തരും. അതെ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് മുൻപായി നടക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കർത്താവിന് വേണ്ടി ഒരുക്കിയും നമ്മുടെ വഴികളെ നിർണയിച്ച് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നെങ്കിൽ നമുക്ക് സമാധാനവും വിടുതലുമായിരിക്കും. അതെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് മുൻപേ ഉണ്ടായിരുന്നു. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: പുരാതനാകുന്ന ദൈവം എൻ്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അതെ, അവൻ മുൻപടയായി പിൻപടയായി തൻ്റെ മക്കൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുന്നു. ഇന്നും നമ്മുടെയും ജീവിതത്തിൽ മുൻപടയായി പിൻപടയായി അനുഗ്രഹവും സമാധാനവുമായി ദൈവമായി തീരുവാൻ തക്കവണ്ണം ദൈവകരത്തിന് കീഴിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമുക്കൊരു സമാധാനവും ശക്തിയുമായി തീരേണ്ടതിനായി നമ്മെ ഒരുക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.